PV അൻവർ എൻ്റെ കൂടെ ചേർന്ന് നിന്നു പറയുന്നത് ശരിയല്ല. അങ്ങനെയൊരു സംഭവമില്ല. അദ്ദേഹം ഒരു സ്വതന്ത്രനായിട്ട് വന്നു. ആ സ്വതന്ത്രനായിട്ട് അദ്ദേഹത്തെ തിരഞ്ഞെടുക്കുന്നതിലും എനിക്ക് പ്രത്യേകമായ പങ്കില്ല, വ്യക്തിപരമായി പങ്കില്ല. എന്നാൽ പാർട്ടി എന്ന നിലയ്ക്ക് അദ്ദേഹത്തെ കണ്ടു, അതിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹം വന്നു എന്നുള്ളതാണ്. വന്നതിന് ശേഷം MLA എന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തിന് പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ സ്വാഭാവികമായിട്ട് ബന്ധമുണ്ടാവുമല്ലോ. ആ തരത്തിലുള്ള ബന്ധമല്ലാതെ പ്രത്യേകമായ അടുപ്പവും ബന്ധവും ഞാനുമായിട്ടുണ്ടായിരുന്നു എന്ന് പറയാൻ പറ്റില്ല. ഞാൻ പ്രത്യേകമായി ഏതെങ്കിലും തരത്തിൽ സംരക്ഷിക്കുകയോ അങ്ങനെ കൂടെ നിർത്താൻ നോക്കുകയോ ഒന്നും ചെയ്തൊരു വ്യക്തിയല്ല അൻവർ. നമ്മുടെ രാജ്യത്തെ തന്നെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് മാതൃകാപരമായി നിലകൊള്ളുന്നൊരു പ്രസ്ഥാനമാണ് പയ്യന്നൂരിലെ പ്രസ്ഥാനം. വളരെ കരുത്തുറ്റ സംഘടന, അതിവിപുലമായ ബഹുജന പിന്തുണ, അതൊക്കെയാണ് പയ്യന്നൂരിൻ്റെ പ്രത്യേകത. ആ പയ്യന്നൂരിൽ ആ പ്രസ്ഥാനത്തെ ആകെ ഒലച്ച് കളിയാമെന്ന് വിചാരിച്ച് കുഞ്ഞീഷ്ണനും കൂടെ UDFകാരും വന്നാൽ ഒലക്കാൻ ഒന്നും കഴിയില്ല. ആലപ്പുഴയിലെ പ്രസ്ഥാനം എന്ന് പറയുന്നത് വല്ലാത്തൊരു വീറുള്ള പ്രസ്ഥാനമാണ്. അത്രയും സൽപാരമ്പര്യമാണ് ആ പ്രസ്ഥാനത്തിനുള്ളത്. ആരുടെയും രക്തം ത്രസിക്കുന്ന, ചോര തിളക്കുന്ന ഒരു പ്രസ്ഥാനമാണത്. ആലപ്പുഴയിലെ പ്രസ്ഥാനത്തിനും അതിൻ്റെതായൊരു പ്രത്യേകതയുണ്ട്. ഒരു വ്യതിയാനത്തിൻ്റെയും കൂടെ നിൽക്കാറില്ല. എല്ലാ ഘട്ടത്തിലും പാർട്ടിയോടൊപ്പം ഉറച്ചു നിൽക്കുന്നതാണ്. അതാണ് അവിടുത്തെ ഒരു രീതി. ഇപ്പോൾ അതാണ് സുധാകരൻ്റെ കാര്യം വന്നപ്പോൾ അവിടെ കണ്ട അനുഭവം. അത് തന്നെയാണ് ഇനി തെളിയിക്കപ്പെടാനും പോകുന്നത്. കണ്ണൂരിലെ പ്രസ്ഥാനത്തിനും അതേ രീതിയിൽ തന്നെയുള്ള അനുഭവമാണുള്ളത്. ഇപ്പോൾ കണ്ണൂരിൽ മലപ്പട്ടത്താണ് ഗോവിന്ദ മാഷയുടെ ജന്മനാട്. ആ മലപ്പട്ടത്തുകാർ തന്നെ അതിശക്തമായി അതിനെതിരെ നീങ്ങിക്കഴിഞ്ഞു. ഒരു പോറലും ഏൽക്കാൻ പോകുന്നില്ല. നമസ്കാരം. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏത് വിധേനയും 3.0 ആവർത്തിച്ച് തുടർ ഭരണം നേടുന്നതിന് വേണ്ടി മുഖ്യമന്ത്രി പിണറായി വിജയനും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും കഴിയാവുന്ന അത്രയും പൂഴിക്കടകൻ പയറ്റിക്കൊണ്ടിരിക്കുന്നു. ഏത് വിധേനയും ജനങ്ങളെ പറഞ്ഞു മയക്കി തങ്ങളുടെ പെട്ടിയിൽ വോട്ട് വീഴ്ത്തുന്നതിന് വേണ്ടി മുഖ്യമന്ത്രി പിണറായി വിജയനും ഇടതുപക്ഷത്തിന്റെ സകല സാരഥികളും കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഓടി നടക്കുന്നു. ഇതിനിടയിൽ സർക്കാർ ഖജനാവിലെ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഖജനാവിൽ പൂച്ചപെറ്റു കിടക്കുന്നു എന്ന് പറയുമ്പോഴും ഏതാണ്ട് 6 ലക്ഷം കോടി രൂപയുടെ കടബാധ്യത കേരളത്തിന് വരുത്തി വെച്ചുകൊണ്ട് ഖജനാവിൽ അവശേഷിപ്പിച്ചിരിക്കുന്ന പണവും എടുത്തുകൊണ്ട് മുഖ്യമന്ത്രിക്കും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കും വോട്ട് കിട്ടുന്നതിന് വേണ്ടി ലോകത്തുള്ള എല്ലാ ദിനപത്രങ്ങളിലും എല്ലാ മാധ്യമങ്ങളിലും മുഴുനീള കളർ പരസ്യങ്ങൾ കൊടുത്തുകൊണ്ട് സർക്കാരിന്റെ നേട്ടങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ അതുവഴി ജനങ്ങളെ കണ്ണിൽ പൊടിയിട്ട് വോട്ട് തട്ടുന്നതിന് വേണ്ടി എല്ലാ അടവ് വിദ്യകളും മുഖ്യമന്ത്രി പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്നു. ഇതിന്റെ ഭാഗമായി തന്നെയാണ് മലയാളത്തിലെ സൂപ്പർ സ്റ്റാറായ മോഹൻലാലിനെ ക്ലിഫ് ഹൗസിൽ വിളിച്ചു വരുത്തി ഏതാണ്ട് 1 മണിക്കൂർ ദൈർഘ്യമുള്ള ഒരു വീഡിയോ എടുത്ത് കേരളത്തിലെയും ഇന്ത്യയിലെയും സകലവിധ മാധ്യമങ്ങളെയും വിലക്കെടുത്തുകൊണ്ട് അവരുടെ പ്രൈം ടൈമിൽ തന്നെ മുഖ്യമന്ത്രിയും മോഹൻലാലും ഒരുമിച്ചുള്ള വീഡിയോ സംപ്രേഷണം ചെയ്യുന്നത്. അതിനുശേഷം വയനാട് ദുരന്തത്തിൽപ്പെട്ട ആളുകൾക്ക് ജനങ്ങളിൽ നിന്നും പിരിച്ചെടുത്ത 700 കോടി രൂപ ഉപയോഗിച്ചുകൊണ്ട് അതിൽ നിന്നും കുറച്ച് വീടുകൾ, കുറച്ച് പണം മുടക്കി ഏതാണ്ട് 200 കോടി രൂപയുടെ അടുത്ത് മുടക്കി വയനാട്ടിൽ നിർമ്മിച്ചു കൊടുത്ത പാർപ്പിട സമുച്ചയത്തിന്റെ ഉദ്ഘാടന ചടങ്ങിന് ശേഷം മമ്മൂട്ടിയെ ആരും അറിയാതെ അങ്ങോട്ടേക്ക് പറഞ്ഞയക്കുന്നു. മമ്മൂട്ടി വയനാട് സന്ദർശിക്കുന്നു. എന്നാൽ രാഷ്ട്രീയക്കാരും തന്റെ കൂടെ ഉണ്ടാകാൻ പാടില്ല, ഏതെങ്കിലും ഒരു രാഷ്ട്രീയത്തിന്റെ വക്താവാണ് താൻ എന്ന് ആരും പറയാൻ പാടില്ല എന്ന് കൃത്യമായി മമ്മൂട്ടി നിബന്ധന വയ്ക്കുന്നു. അതുകൊണ്ട് മുഖ്യമന്ത്രി അത് അംഗീകരിക്കുന്നു. പിന്നീട് മമ്മൂട്ടി വയനാട്ടിൽ ചെല്ലുമ്പോൾ അവിടെയുള്ള CPMന്റെ ഏരിയ സെക്രട്ടറി റഷീദ് മമ്മൂട്ടിയോടൊപ്പം നിൽക്കുന്നു. അത് മമ്മൂട്ടിയെ ചൊടിപ്പിച്ചു. നിങ്ങൾ എൻ്റെ കൂടെ ഇങ്ങനെ നിൽക്കണ്ട എന്ന് മമ്മൂട്ടി യാതൊരു തരത്തിലെ മാനവും മര്യാദയും ഇല്ലാതെ പരസ്യമായി തന്നെ ആ ഏരിയ സെക്രട്ടറിയെ ശാസിക്കുന്നു. അത് മാധ്യമങ്ങൾ വലിയ വാർത്തയാക്കുന്നു. പിന്നീട് ലോകത്താരോടും ഇന്ന് വരെയും, അതായത് കൊലപാതക കേസുകളിൽ വരെ CPMനെ കോടതി ശിക്ഷിച്ചിട്ട് പോലും CPMനെ നയിക്കുന്ന മുഖ്യമന്ത്രി എന്ന രീതിയിൽ നാട്ടിലെ ജനങ്ങളോട് ഒരിക്കൽ പോലും മാപ്പ് പറയാത്ത മുഖ്യമന്ത്രി മമ്മൂട്ടിയോട് പരസ്യമായി മാപ്പ് പറയുന്നതെല്ലാം നമ്മൾ കണ്ടു. ഇതെല്ലാം തെരഞ്ഞെടുപ്പിന്റെ തന്ത്രങ്ങൾ മാത്രമായിരുന്നു. എന്നാൽ ഇപ്പോൾ അതുകൊണ്ടൊന്നും പോരാ, ഇനിയും വോട്ട് നേടുന്നതിന് മറ്റെന്തെങ്കിലും കാര്യങ്ങൾ കൂടി താങ്കൾ ചെയ്യേണ്ടതുണ്ട്, അല്ലെങ്കിൽ തങ്ങൾ ചെയ്യേണ്ടതുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് മുഖ്യമന്ത്രി ഇപ്പോൾ കേരളത്തിലെ ഒരു പ്രമുഖ മാധ്യമത്തിന് അഭിമുഖം നൽകിയിരിക്കുന്നു. ആ അഭിമുഖത്തിൽ CPM നിലപാടുകളെ കുറിച്ച് മുഖ്യമന്ത്രി വ്യക്തമായി വിശദീകരിക്കുന്നു. CPMൽ നിന്നും എത്ര വലിയ ആളുകൾ വിട്ടുപോയാലും CPMന് ഒരു പോറലും ഏൽക്കില്ല.
കണ്ണൂരിലും തളിപ്പറമ്പിലും പയ്യന്നൂരിലും ആലപ്പുഴയിലുമെല്ലാം CPM-ന്റെ അതായത് ഇടതുപക്ഷത്തിന്റെ ത്രസിക്കുന്ന തുടിക്കുന്ന രക്തങ്ങൾ തന്നെയാണുള്ളത്. അതുകൊണ്ട് ഒരു കാരണവശാലും അവിടെ പാർട്ടിയെ ഒറ്റപ്പെടുത്താമെന്ന് ആരും വിചാരിക്കേണ്ട. പാർട്ടിക്ക് മുകളിൽ മറ്റേതെങ്കിലും വ്യക്തിപരമായ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വിചാരിക്കുന്നവരുടെ അടിത്തറ ഇളകും. അവർ മറ്റുള്ളവരുടെ കയ്യിലെ കോടാലിയായി മാറുന്നു. അത്തരം കോടാലി കൈകളെയും കോടാലികളെയും ഞങ്ങൾ ഒരു കാരണവശാലും ഭയപ്പെടുന്നില്ല എന്നൊക്കെയാണ് മുഖ്യമന്ത്രി ആ അഭിമുഖത്തിൽ തുറന്നു പറഞ്ഞത്. താങ്കളുടെ വലിയ വിശ്വസ്തനായിരുന്നല്ലോ PV അൻവർ എന്ന് മാധ്യമപ്രവർത്തക മുഖ്യമന്ത്രിയോട് ചോദിക്കുമ്പോൾ PV അൻവർ ഒരിക്കലും എൻ്റെ ഒപ്പം ചേർന്ന് നിന്നിട്ടുള്ള ആളല്ല, ഇടതുപക്ഷ സ്വതന്ത്രനായി വന്നതുകൊണ്ട് മാത്രം സ്വാഭാവികമായി ഉണ്ടായ ബന്ധങ്ങൾ തന്നെയാണ് എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. എന്നാൽ അങ്ങനെയല്ല, മുഖ്യമന്ത്രിയുടെ വിശ്വസ്ത സജീവൻ തന്നെയായിരുന്നു PV അൻവർ. മുഖ്യമന്ത്രി ഇരിക്കാൻ പറഞ്ഞാൽ കിടക്കുകയും കിടക്കാൻ പറഞ്ഞ ഉരുളുകയും ചെയ്യുന്ന കേരളത്തിലെ ക്രമസമാധാന ചുമതലയുണ്ടായിരുന്ന ഒരേ ഒരു ADGP MR അജിത് കുമാറിന് മുഖ്യമന്ത്രി വഴിവിട്ട് സഹായങ്ങൾ നൽകുന്നു എന്നായിരുന്നു PV അൻവർ ആദ്യം തന്നെ ആക്ഷേപിച്ചത്. പിന്നീട് കരിപ്പൂർ വിമാനത്താവളം കേന്ദ്രീകരിച്ച് അജിത് കുമാറിന്റെ മേൽനോട്ടത്തിൽ ഒരു സംഘം സ്വർണം പൊട്ടിക്കൽ പോലുള്ള ചടങ്ങുകൾ നടത്തുന്നു, കള്ളക്കടത്ത് സ്വർണങ്ങൾ അടിച്ചു മാറ്റുന്നു. SP സുജിത് ദാസിനും ഇതിൽ പങ്കുണ്ട് എന്നാണ് അന്ന് നിലമ്പൂർ MLA ആയിരുന്ന PV അൻവർ തുറന്നടിച്ചത്. അത് ഭരണസാരഥ്യത്തെ മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകളെ ചൊടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. പിന്നീട് കോഴിക്കോടിലെ ചില യുവാക്കൾക്ക്, ചില ആളുകൾക്ക് തീവ്രവാദ സ്വഭാവമുള്ള ചില സംഘടനകളുമായി ബന്ധമുണ്ട് എന്ന രീതിയിൽ ഒരു ഇംഗ്ലീഷ് പത്രത്തിന് മുഖ്യമന്ത്രി നൽകിയ അഭിമുഖവും കോഴിക്കോടിനെ, മലപ്പുറം ജില്ലയെ മുഖ്യമന്ത്രി അപമാനിച്ചു എന്ന രീതിയിൽ PV അൻവർ വലിയ വിവാദമായി ഉയർത്തിക്കൊണ്ടുവരികയായി. അതിനുശേഷമാണ് മുഖ്യമന്ത്രിക്കെതിരെയും ഇടതുപക്ഷത്തിനെതിരെയും PV അൻവർ വലിയൊരു ആരോപണം ഉന്നയിക്കുന്നത്. അതായത് തൃശൂർ പൂരം കലക്കുന്നതിന് വേണ്ടി കമ്മീഷണർ അങ്കിത് അശോകനെ ഉപയോഗിച്ച് MR അജിത് കുമാർ ചില നീക്കങ്ങൾ നടത്തുന്നു. അത് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ അന്വേഷണ പരിധിയിലിരിക്കുന്ന വീണ വിജയനെ ആ കേസിൽ നിന്നും രക്ഷിക്കുന്നതിന് വേണ്ടി RSSന്റെ ദക്ഷിണേന്ത്യയുടെ ചുമതലയുള്ള ദത്താത്രേയ ഹൊസബളുമായി കൂടിക്കാഴ്ച നടത്തുന്നതിന് വേണ്ടി ADGP MR അജിത് കുമാറിനെ മുഖ്യമന്ത്രി ചുമതലപ്പെടുത്തുന്നു. അങ്ങനെ ഹൊസബളയും MR അജിത് കുമാറും മുഖ്യമന്ത്രിയുടെ താല്പര്യമനുസരിച്ച് ചില നീക്കുപോക്കുകൾ നടത്തുന്നു. അതിന്റെ ഫലമായി തൃശൂർ പൂരം കലക്കുന്നു. തൃശൂരിൽ സുരേഷ് ഗോപിയെ BJPയുടെ സ്ഥാനാർത്ഥിയെ ജയിപ്പിക്കുക എന്നുള്ള ഉദ്ദേശത്തോടുകൂടി നടത്തിയ നാടകമാണ്. ഇതാണ് PV അൻവർ മാധ്യമങ്ങൾക്ക് മുന്നിൽ തുറന്നടിച്ചത്. ഇത് CPM-നെയും മുഖ്യമന്ത്രിയെയും എല്ലാം വല്ലാതെ ചൊടിപ്പിച്ചു, വല്ലാതെ പ്രതിസന്ധിയിലാഴ്ത്തുന്ന വെളിപ്പെടുത്തൽ തന്നെയായിരുന്നു PV അൻവർ നടത്തിയത്. മാധ്യമപ്രവർത്തകർ ഇത്തരം കാര്യങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെയാണ് PV അൻവറുമായി മുഖ്യമന്ത്രിക്ക് ചില അടുപ്പങ്ങൾ ഉണ്ടായിരുന്നത് പിന്നീട് വിനയായോ എന്നുള്ള ചോദിച്ചത്. ഈ ചോദ്യത്തിന് മുഖ്യമന്ത്രി വളരെ കരുതലോടുകൂടി തന്നെയാണ് മറുപടി പറഞ്ഞത്. അൻവർ സ്വാഭാവികമായിട്ടും ഇടതുമുന്നണിയുടെ ആളായി വന്നയാളാണ്. എന്നാൽ അയാൾ ചില തീരുമാനങ്ങൾ എടുത്തപ്പോൾ അത് തെറ്റാണെന്ന് അയാളോട് തന്നെ മൂത്തു നോക്കി ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പുറത്താക്കുകയായിരുന്നു എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. ഈ തരുണത്തിൽ, അതായത് കേരളത്തിൽ ആകമാനമുള്ള എല്ലാ ദിനപത്രങ്ങളിലും എല്ലാ മാധ്യമങ്ങളെയും സ്വാധീനിച്ചുകൊണ്ട് മുഖ്യമന്ത്രിയുടെ ഭരണ നേട്ടങ്ങൾ ജനങ്ങളിലേക്ക് എത്തിച്ച് പണ്ട് കിറ്റ് കൊടുത്തതുപോലെ, അല്ലെങ്കിൽ കോവിഡ് കാലത്ത് ജനരക്ഷകരായി നിന്നത് തങ്ങളാണ് എന്നുള്ളൊരു പ്രതീതി വരുത്തി തീർത്തതുപോലെ മുഖ്യമന്ത്രി LDF അല്ലാതെ മറ്റാരുണ്ട് ആര് എന്നുള്ള ക്യാപ്ഷനുമായി ഇപ്പോൾ എല്ലാ മാധ്യമങ്ങളിലൂടെയും വന്ന് ജനങ്ങളെ സ്വാധീനിക്കുന്നതിന് വേണ്ടി നടത്തുന്ന പ്രചരണത്തിന്റെ ഭാഗമായി തന്നെയാണ് ഇപ്പോൾ ഏഷ്യാനെറ്റിൽ മുഖ്യമന്ത്രി ഇത്തരത്തിലുള്ള ഒരു പ്രഹസന പരിപാടി നടത്തിയത് എന്നാണ് എതിർകക്ഷികൾ പോലും ചൂണ്ടിക്കാണിക്കുന്നത്. മുഖ്യമന്ത്രി ഏഷ്യാനെറ്റിന് നൽകിയ അഭിമുഖത്തിന്റെ പ്രസക്തമായ ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം. CM ഒരു കാലത്ത് CM-ന്റെ കൂടെ വളരെ അടുത്ത് ചേർന്ന് നിന്ന PV അൻവറാണ് ഈ വിവാദങ്ങളൊക്കെ വലുതായിട്ട് പെരുപ്പിച്ച് പറഞ്ഞ് താങ്കളെയും കുടുംബത്തെയും ഒക്കെ ഒരുപാട് ആരോപണങ്ങൾ ഉന്നയിച്ചത്. താങ്കളോട് ചേർന്ന് നിന്നിരുന്ന CPM-ന് വേണ്ടി പോരാടുന്നു എന്ന് CPM അണികളുടെ പിന്തുണ ഉണ്ടായിരുന്ന ഒരാളാണ്. അപ്പോൾ ഈ ചേർന്ന് നിൽക്കുന്ന ആളുകളെ തെരഞ്ഞെടുക്കുന്നതിൽ ഒരു വീഴ്ച വരുന്നുണ്ടോ? PV അൻവർ എൻ്റെ കൂടെ ചേർന്ന് നിന്നു പറയുന്നത് ശരിയല്ല. അങ്ങനെയൊരു സംഭവമില്ല. അദ്ദേഹം ഒരു സ്വതന്ത്രനായിട്ട് വന്നു. ആ സ്വതന്ത്രനായിട്ട് അദ്ദേഹത്തെ തിരഞ്ഞെടുക്കുന്നതിലും എനിക്ക് പ്രത്യേകമായ പങ്കില്ല, വ്യക്തിപരമായി പങ്കില്ല. എന്നാൽ പാർട്ടി എന്ന നിലക്ക് അദ്ദേഹത്തെ കണ്ടു, അതിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹം വന്നു എന്നുള്ളതാണ്. വന്നതിന് ശേഷം MLA എന്നുള്ള നിലക്ക് അദ്ദേഹത്തിന് പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ സ്വാഭാവികമായിട്ട് ബന്ധമുണ്ടാവുമല്ലോ. ആ തരത്തിലുള്ള ബന്ധമല്ലാതെ പ്രത്യേകമായ അടുപ്പവും ബന്ധവും ഞാനുമായിട്ടുണ്ടായിരുന്നു എന്ന് പറയാൻ പറ്റില്ല. എന്നാൽ ആ ഘട്ടത്തിൽ അദ്ദേഹത്തിനെതിരെ വരുന്ന ഒരുപാട് ആക്ഷേപങ്ങളുണ്ടായിരുന്നു, പലതരത്തിലുള്ള ആക്ഷേപങ്ങൾ ഉയർന്നു വന്നിരുന്നു. അതുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ LDF-ൻ്റെ ഭാഗമായതുകൊണ്ട് വരുന്നതല്ലേ എന്നുള്ളൊരു തോന്നൽ ആ സമയത്ത് ഉണ്ടായിരുന്നു. ചില കാര്യങ്ങളിൽ അന്വേഷണങ്ങൾ നടക്കുകയും കൃത്യമായ നിലപാടുകൾ ഉദ്യോഗസ്ഥർ സ്വീകരിച്ചു പോവുകയും ചെയ്തിട്ടുണ്ട്. ആ ഘട്ടത്തിലും അന്വേഷണത്തിൻ്റെ വഴിക്ക് നടക്കട്ടെ എന്നല്ലാതെ അദ്ദേഹത്തെ പ്രത്യേകമായി സംരക്ഷിക്കാനോ
അദ്ദേഹത്തെ ഏതെങ്കിലും തരത്തിലെതിരായി നിലപാടെടുക്കാനോ ഒന്നും ഞങ്ങൾ തയ്യാറായിട്ടില്ല. വഴിക്കങ്ങ് പോവുകയാണ് ചെയ്തത്. പക്ഷേ പിന്നീട് ചില ഘട്ടത്തിൽ അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് വരുമ്പോൾ അദ്ദേഹത്തിൻ്റേതായ നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ട് രംഗത്ത് വന്നു. ആ നിലപാടുകളുടെ ഭാഗമായി കാര്യങ്ങൾ തനിക്ക് കൈകാര്യം ചെയ്യാൻ പറ്റുമെന്നൊരു മട്ടിലേക്ക് നീങ്ങുന്ന നിലയുണ്ട് ചില ഉദ്യോഗസ്ഥന്മാർക്കെതിരായിട്ട്. ആ കാര്യങ്ങൾ ആ ഘട്ടത്തിൽ എന്നോട് വന്ന് പറയുന്നുണ്ടായിരുന്നു.